ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പഴയ പൊട്ടിപ്പോയ ഒരു കപ്പും അതുപോലെ തന്നെ ഒരു കമ്പിയും കൊണ്ട് കിടിലനൊരു സൂത്രം കണ്ടു നോക്കാം. 5 പൈസ ചിലവില്ലാതെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് സൂപ്പറാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ആക്രിയാണ്. ഇതിൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൈസ ചിലവാകുന്നതോ ഇല്ല. ഇപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് തന്നെ വേണ്ടാതെ പുറത്തിട്ടിരുന്നത് കൊണ്ട് നല്ല അഴുക്കും പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പിൽ പൊട്ടിപ്പോയപ്പോൾ എന്തോ പ്ലാന്റിന്റെ മൂട് പിടിച്ചെടുക്കാൻ വേണ്ടി നട്ടുവെച്ചിട്ടുള്ളതായിരുന്നേ. ഇപ്പോൾ കപ്പിന്റെ ഉള്ളില് മണ്ണെല്ലാം തട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു പ്ലാന്റ് സെറ്റിങ്സ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് കുറച്ചൊക്കെ പോകാതെ പിടിച്ചിരിക്കുന്നു. അത് കുഴപ്പമില്ല, നമ്മൾ ഇനിയും ഇതിൽ പ്ലാന്റ് അല്ലേ നടാൻ പോകുന്നത്. ഇനി നമ്മുടെ കമ്പി ഒന്ന് വളച്ചെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന കമ്പി നമ്മുടെ ട്രേ പൊട്ടിപ്പോയപ്പോൾ അതിൻ്റെ സൈഡിലിരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ നല്ല ഡെക്കറേറ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കുഞ്ഞ് ഐഡിയ ചെയ്തെടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐഡിയയും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ വെള്ളത്തിലൊക്കെ കിടന്ന് ഇതിൻ്റെ കളറൊന്നും മങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കപ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, നമ്മുടെ കമ്പി ഇതുപോലെ വളച്ച് റൗണ്ട് ഷേപ്പിനാണ് ആക്കിയെടുക്കാനുള്ളത്. രണ്ടായിട്ടും ഇതുപോലെ വളച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ആക്കിയെടുക്കാനുള്ളത്. ഞാൻ വളച്ചപ്പോൾ റൗണ്ട് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇതുപോലെ വളച്ചതിന് ശേഷം ഒന്ന് റൗണ്ട് ആക്കി കൊടുത്തതേ ഉള്ളൂ. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയി കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വളച്ചെടുത്തതിന് ശേഷം അടിഭാഗം വന്നപ്പോൾ രണ്ട് സൈഡിലെ കമ്പിയും കൂടി ചേർത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ടേ. നിങ്ങൾ കണ്ടോ, ഇപ്പോഴാണ് ഞാൻ റൗണ്ട് ആക്കി കൊടുക്കാൻ നോക്കുന്നത്, എന്നിട്ടും ആയി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുവിധം ഇതുപോലെ കമ്പി വളച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പി മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കപ്പ് എടുക്കാം. കപ്പിലോട്ട് മണ്ണാണ് നിറച്ച് കൊടുക്കാനുള്ളത്. പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനാകുമ്പോൾ മണ്ണല്ലേ നിറച്ച് കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പ് നല്ല ക്ലീൻ ആക്കി കഴുകിയെടുക്കാത്തത്. ഇതിലോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാം നനഞ്ഞ് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. കൈകൊണ്ട് മണ്ണെടുക്കണ്ട എന്ന് കരുതിയാലും നമ്മുടെ കൈകൊണ്ട് തന്നെ പിന്നും മണ്ണൊക്കെ ഇട്ട് കൊടുക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ കപ്പിൽ നിറച്ചപ്പോൾ അങ്ങനെ കൈകൊണ്ട് വാരിയിട്ടില്ലേ. കൂടുതലും ഞാൻ കൈകൊണ്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ്. കപ്പിൽ കണ്ടോ, ഇതുപോലെയാണ് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വളച്ച് വെച്ചിരിക്കുന്ന കമ്പി ഉണ്ടല്ലോ, ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം. കപ്പിലോട്ട് കുറച്ചൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് തന്നെ ആ കമ്പി ഇരിക്കുന്ന സൈഡിലോട്ടായിട്ട് മണ്ണ് ഒന്ന് താഴ്ത്തി അമർത്തി വെച്ച് കൊടുക്കണേ. ഇത് നല്ലതുപോലെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ കമ്പി ആയതുകൊണ്ട് മറിഞ്ഞു പോകുമെന്ന് കരുതി ഞാൻ വേറെ ഒരു കട്ടിയുള്ള കമ്പി ഉണ്ടല്ലോ, നമ്മുടെ വീടൊക്കെ വാർക്കുമ്പോൾ വെച്ച് കൊടുക്കുന്ന കമ്പി, ആ കമ്പി ഇതുപോലെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇനി ഈ കമ്പി തന്നെ എടുക്കണമെന്നില്ലേ, കുഞ്ഞ് വിറക് കമ്പോ അല്ലെങ്കിൽ തടി കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതിയേ. എൻ്റെ കയ്യിൽ കമ്പി ഉള്ളത് കൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. കമ്പ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കമ്പി ഇല്ലാന്ന് കരുതി ഇത് ചെയ്യാതിരിക്കണ്ടേ. കണ്ടോ, ഇതുപോലെ ഒരു കുഞ്ഞു കയറ് കൊണ്ട് ഇത് നന്നായി ഫിക്സ് ആക്കി കെട്ടിക്കൊടുത്തു. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കമ്പി വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെയൊന്നും കാട്ടിയും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഷോർട്സ് കാണുമ്പോൾ മനസ്സിലാകും ഇത് എങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ മണി പ്ലാന്റ് ആണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. പ്ലാന്റിന്റെ കുറച്ച് കട്ടിങ്സ് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലെന്തിനാണ് കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഇത് തറയിൽ നിന്നത് കൊണ്ട് ഞാൻ തൈയാണ് പുഴുതുകൊണ്ട് വന്നിട്ടുള്ളത്. കട്ടിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ലെന്തിന് തന്നെ പുഴുതെടുത്തതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത്. വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കുന്നത് കൊണ്ട് കമ്പിയിൽ സെറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാമല്ലോ. നിങ്ങൾ ഇനി നട്ടു കൊടുക്കുമ്പോൾ ലെന്ത് കുറഞ്ഞ കട്ടിങ്സ് നട്ടു കൊടുത്താൽ മതിയേ. 3-4 കട്ടിങ്സ് കപ്പ് നിറച്ച് നട്ടു കൊടുത്തതിന് ശേഷം അത് വളർന്നു വരുമ്പോൾ ഈ കമ്പിയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ ഇതുപോലെയാണ് കമ്പിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും കയ്യിൽ വലിയ ലെന്തിനുള്ളതും മണി പ്ലാന്റ് ഒരുപാടൊന്നും കാണത്തില്ലല്ലോ. ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇനി അടുത്ത പീസ് അടുത്ത സൈഡിലോട്ടായിട്ട് നട്ടു കൊടുക്കാം. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സൈഡിലെ കമ്പിയിലാണ് നേരത്തെ ചെയ്ത് കൊടുത്തത്. ഇനി മറു സൈഡിലെ കമ്പിയിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്ത പ്ലാന്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ലെന്ത് കുറഞ്ഞതായിരുന്നേ. അതുകൊണ്ട് അങ്ങ് മുകൾ സൈഡ് വരെ എത്തിയിട്ടില്ല.
ഇത് തറയിൽ നിന്നത് കൊണ്ട് തന്നെ ഇതിൽ മണ്ണോട് കൂടിയുള്ള വേരുകളുണ്ടായിരുന്നേ. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നട്ടു കൊടുത്താൽ മതിയേ. പിന്നെ പ്ലാന്റും മണ്ണും നനഞ്ഞത് കൊണ്ട് തന്നെ ലീഫുകളിലെല്ലാം മണ്ണ് പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുഞ്ഞു കട്ടിങ്സ് ആണ് നട്ടു കൊടുക്കുന്നുവെങ്കിൽ ഈ കമ്പിയിലോട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്ലാന്റ് കയറ് കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയേ. എനിക്കിപ്പോൾ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇതുപോലെ വളച്ചൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇത് നന്നായി ഫിക്സ് ആയിട്ട് ഇരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നട്ടതല്ലേ ഉള്ളൂ, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കുഞ്ഞു പ്ലേറ്റിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിലെല്ലാം മണ്ണല്ലേ, അതൊന്ന് കഴുകി കൊടുക്കണമെന്ന്. അപ്പോൾ പ്ലാന്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. കഴുകുമ്പോൾ തന്നെ ഇതിൽ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കളഞ്ഞിട്ടിരുന്ന ആക്രി സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത പ്ലാന്റ് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ? ഞാനിപ്പോൾ വാഷ് ബേസിൻ്റെ ഒരു സൈഡിലോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, പിന്നെ അവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് ഇത് തട്ടിയിട്ടാൽ നശിച്ചു പോകില്ലേ, അതുകൊണ്ടാണ് വെച്ച് കൊടുക്കാത്തത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പൈസ പോലും നമുക്ക് ചിലവായില്ലല്ലോ. എല്ലാം ആക്രി സാധനങ്ങൾ കൊണ്ടല്ലേ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണമേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.